ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 180 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 25,875 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 58,274 ക്ലോസ് ചെയ്തപ്പോൾ 136 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 475 പോയിൻറ്റ്സ് വരുന്ന 60,902 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 18,250 ക്ലോസ് ചെയ്തപ്പോൾ 149 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വെക്സ് 12.11 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 595 പോയിൻറ്റ്സ് ഉയർന്ന് 84,466 നിന്ന് ക്ലോസ് ചെയ്തു. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII എന്ന 5,127 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 1,750 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ നിഫ്റ്റി IT അബൌട്ട് 2% നല്ലൊരു റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫാർമ ഓൾമോസ്റ്റ് 1% അബോവ് റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 336 പോയിൻറ്റ്സ് ചേർന്ന് 27,485 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 218 പോയിൻറ്റ്സ് ചേർന്ന് 36,287 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 58 പോയിൻറ്റ്സ് ചേർന്ന് 27,337 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,529 ക്ലോസ് ചെയ്തപ്പോൾ 6 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 121 പോയിൻറ്റ്സ് വരുന്ന 14,783 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 9,559 ക്ലോസ് ചെയ്തപ്പോൾ 65 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി 80 ഇന്ന് 738 പോയിൻറ്റ്സ് ആണ് ഉയർന്നത്. 36,855 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1487 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 16 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. 10,542 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 12,190 ക്ലോസ് ചെയ്തപ്പോൾ 98 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 223 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 22,593 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി PSU ബാങ്ക് 8359 ക്ലോസ് ചെയ്തപ്പോൾ 51 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 4 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 937 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,774 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,074 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 4.97% നല്ല റാലി നടത്തിയെന്ന്. ഏഷ്യൻ പെയിൻറ്റ്സ് 4.24% റാലി നടത്തി. ടെക് മഹീന്ദ്ര 3.42%, TCS 2.78%, HDFC Life 2.51%, ബജാജ് ഫിൻസർവ് 2.32%, Adani Ports 2.20%, ONGC 1.76%, Bharti Airtel 1.54% and STL Tech 1.53% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ TMPV 1.34% ഫോളോ കണ്ടു. ടാറ്റ സ്റ്റീലും 1.34% ഫോളോ നടത്തി. ശ്രീറാം ഫിനാൻസ് 1.18%, JSW Steel 0.81%, ഭാരത് ഇലക്ട്രിക് 0.60%, ബജാജ് ഓട്ടോ 0.30%, ഗ്രാസിം 0.30%, HDFC ബാങ്ക് 0.22%, പവർ ഗ്രിഡ് 0.21% ആൻഡ് HUL 0.12% ഫോളാണെന്ന് കണ്ടത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. നിഫ്റ്റി ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2024 നവംബർ എൻഡിൽ 24,131 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,875 നിൽക്കുമ്പോൾ 7.23% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50 ഈ വർഷത്തിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,875 നിൽക്കുമ്പോൾ 9.44% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,574 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,694 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 25,875 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച ഇതുവരെ ആകെ 383 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് നിഫ്റ്റിയിലുണ്ടായത്. 1.50% റാലി നടത്തി. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി ഡേറ്റ 13 നവംബറിന് വരുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.